ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ സർക്കാർ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങുന്നു. ഈ റിപ്പോർട്ട് SITക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിക്കുന്നു. കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യം, ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയാൽ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ലെങ്കിലും പോലീസ് അന്വേഷിക്കില്ലേ? ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അവരുടെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ നിശബ്ദരാകുകയാണോ വേണ്ടത് എന്നാണ്. ബിനിലും ഒപ്പം തന്നെ അന്വേഷണം തുടരുന്നുണ്ട്. ബിനിൽ, കോടതിയുടെ ആ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. കാരണം ചില പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഉത്തരം കൂടിയാണത്. അതായത് കൃത്യമായ അന്വേഷണം നടത്തിയേ മതിയാകൂ എന്ന് കോടതി കൃത്യമായി പറയുന്നു, അല്ലേ? ദിവിഷ്, ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളും പൊതുസമൂഹവും ഈ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ വെളിവാക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളാണ്, വലിയ ആരോപണങ്ങളാണ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ എന്തുകൊണ്ട് ഈ സർക്കാർ 4 വർഷം അടയിരുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് പ്രത്യേക ബെഞ്ചും അത് തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു ചെറുവിരൽ പോലും ഈ സർക്കാർ അനക്കാതിരുന്നത് എന്താ? ഇവിടെ ഒരു നല്ല ഭരണം എന്നത് ഏറ്റവും വേഗത്തിലുള്ള നടപടികളാണ് വേണ്ടത്. ഇതൊരു റൂൾ ഓഫ് ലോയുടെ പ്രശ്നമാണ് എന്നുകൂടി കോടതി പറഞ്ഞു വെച്ചു. അതൊരു കടുത്ത പരാമർശം തന്നെയാണ്. കാരണം ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടോ എന്നത് തന്നെയാണ് കോടതി അക്കാര്യത്തിൽ ചോദിക്കുന്നത്. കാര്യം രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച സർക്കാർ പ്രവർത്തിക്കേണ്ടതെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടും സർക്കാർ 4 വർഷം ഒന്നും ചെയ്തില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ നൽകിയ മറുപടി എന്നത് ഈ റിപ്പോർട്ട് 2021 സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് 2019 നൽകിയ റിപ്പോർട്ട് 2021 പോലീസിന് കൈമാറിയെന്ന ചോദ്യം വന്നപ്പോൾ വനിതാ കമ്മീഷൻ ഒരു റെപ്രസെന്റേഷൻ സർക്കാർ നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് കൈമാറിയെന്നതാണ്. അതിനുശേഷം കോടതി ചോദിച്ചത് ഈ DGP എന്ത് ചെയ്തു എന്നതാണ്. അവിടെയാണ് സർക്കാരിന് മൊത്തത്തിൽ ഉത്തരം മുട്ടിപ്പോയത്. കാരണം ഈ DGP 2021 കിട്ടിയ റിപ്പോർട്ടിൽ ഒന്നും ചെയ്തിരുന്നില്ല. ആ രേഖകൾ പരിശോധിക്കുമ്പോൾ പോലീസ് ഒന്നും ചെയ്തില്ല എന്നാണ് മനസ്സിലാകുന്നതെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അതോടുകൂടിയാണ് കോടതി ആ വിമർശനത്തിന്റെ സ്വരം കൂടുതൽ കടുപ്പിച്ചത്. കാരണം ആ ബെഞ്ചിലുള്ള വനിതാ ജഡ്ജിയാണെങ്കിൽ ജില്ലാ ജഡ്ജിയായി വന്ന ഉയർന്ന ഹൈക്കോടതി ജഡ്ജിയായി വന്നതാണ്. അവർക്ക് ക്രിമിനൽ നടപടിച്ചട്ടങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് CS ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ IPC ഒഫൻസുകൾ, പോസ്കോ ഒഫൻസുകളൊക്കെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതിലൊരു നടപടി എടുത്തില്ല? നിങ്ങൾക്ക് നടപടി എടുക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിശബ്ദരായിരുന്നു എന്നതാണ് കോടതി ഉയർത്തിയ ചോദ്യം. അതോടൊപ്പം തന്നെ കോടതി ചില ഗുരുതരമായ പരാമർശങ്ങളും സർക്കാരിന് മേൽ ഉന്നയിച്ചു. അതായത് DGP ഇക്കാര്യത്തിൽ അനങ്ങിയില്ല, സർക്കാർ അനങ്ങിയില്ല. നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെല്ലാം സർക്കാർ നൽകിയ വിചിത്രമായ മറുപടിയാണ്. അതായത് ഈ റിപ്പോർട്ടിൽ ചില പാസീവായിട്ടുള്ള റിമാർക്സ് മാത്രമേ ഉള്ളൂ എന്നാണ് AG കോടതിയിൽ പറഞ്ഞത്. ആ റിമാർക്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തുന്നതെന്ന ചോദ്യം വളരെ വളരെ പരിതാപകരമായ ചോദ്യമായി പോയി. അതുകൊണ്ട് തന്നെയാണ് കോടതി ദിവിഷ് നേരത്തെ ചോദിച്ചതുപോലെ ഒരു അജ്ഞാത മൃതദേഹം നിങ്ങൾ കണ്ടെത്തിയാൽ അത് ആരാണ്, എന്താണ്, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല എങ്കിൽ പോലീസ് അതവിടെ കളഞ്ഞിട്ട് പോരുമോ? അതിലൊരു അന്വേഷണം നടത്തില്ലേ എന്നൊരു ചോദ്യം കോടതിക്ക് ചോദിക്കേണ്ടി വന്നത്. ഏറ്റവും ഒടുവിൽ കടുത്ത വിമർശനങ്ങൾക്ക് ശേഷം കോടതി തീരുമാനിച്ചത് ഈ റിപ്പോർട്ട് SITക്ക് കൈമാറാനാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം SIT രൂപീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അവർ 22 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറാൻ പറഞ്ഞിരിക്കുന്നു. അവർ ആ റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിക്കണം. അത് പരിശോധിക്കാൻ 2 ആഴ്ചത്തെ സമയമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം സാധ്യമാണെങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് പോകണം. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുമായിട്ട് ഓണാവധിക്ക് ശേഷം ഇങ്ങോട്ട് പോരൂ എന്നതാണ് സർക്കാരിനോട് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് ഇനി ഇതുപോലെ നിശബ്ദരായിരിക്കാൻ കഴിയില്ല. ശക്തമായ നടപടികൾ വേണം. SITക്ക് റിപ്പോർട്ട് കൈമാറണം. SIT ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണം. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യം, ആർക്കെതിരെ എപ്പോൾ നടന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് വെളിവാക്കപ്പെടുന്നത് എന്നതാണ്. അവിടെ ജസ്റ്റിസ് K ഹേമ ആ വിവരങ്ങൾ സർക്കാരിന് കൈമാറിയിട്ടില്ല എങ്കിൽ വിവരങ്ങൾ ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ നിന്ന് SITക്ക് ശേഖരിക്കേണ്ടി വരും. SIT ആ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ പറയപ്പെടുന്ന, അതിൽ ഈ ഇരകളാക്കപ്പെടുന്നവർ
അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കേണ്ടി വരും. ഒരു കേസിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കണം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ടുമായി വരേണ്ടത്. അതുകൊണ്ടാണ് കോടതി ഈ കാര്യങ്ങളെല്ലാം രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ മാധ്യമങ്ങൾക്കെതിരെ ഗാഗ് ഓർഡർ വേണമെന്ന ഒരു ആവശ്യം ചില ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. പക്ഷേ അത്തരത്തിലൊന്നും പോകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നവരാണ് മാധ്യമങ്ങൾ. അവർ അതിന് ഇനിയും തുടരുമെന്ന പ്രതീക്ഷ ആയാണ് കോടതി പങ്കുവച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കരുത് എന്നൊരു ഉപദേശം കൂടി മാധ്യമങ്ങൾക്ക് കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കോടതി ഇടപെടലോടുകൂടി ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഇതുവരെ നിന്നതുപോലെ നിൽക്കാൻ കഴിയില്ല. അവിടെ കോടതി ഉയർത്തിയ വിമർശനങ്ങൾ നേരെ വലിയ അമ്പായി സർക്കാരിന് മേൽ പോവുകയാണ്. സർക്കാർ മറുപടി പറയേണ്ടി വരും. ഈ 4 വർഷം ആരെ സംരക്ഷിക്കാനാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നത്. അതെ, അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ ബിനിൽ പറഞ്ഞതിന്റെ ആ തുടർച്ചയാണ്. അതായത് സ്വാഭാവികമായും പാസീവ് റിമാർക്സ് മാത്രമേ ഉള്ളൂ എന്ന സർക്കാരിന്റെ പ്രതിരോധം അത് പാളിയിരിക്കുന്നു. SIT-യിലേക്ക് റിപ്പോർട്ട് കൈമാറണം. SIT-യെ സംബന്ധിച്ച് അങ്ങനെ ഈ പുറത്തു വരാത്ത ഭാഗത്തും അത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും ജസ്റ്റിസ് ഹേമ കാണുകയും വിവരങ്ങൾ തേടുകയും ഈ മൊഴികൾ നൽകിയവരെ കാണുകയും വേണം. SIT-ക്ക് എത്രത്തോളം ഒരു സങ്കീർണമോ അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞതോ ആണ് ഇനിയുള്ള ഘടകം? കാരണം ഈ ഓണം കഴിഞ്ഞാൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുമായി കോടതിക്ക് മുമ്പിലേക്ക് എത്തേണ്ടതുമാണ് സർക്കാരിന്. ദിവിഷ്, ഈ കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ SIT-ക്ക് കൈമാറുമ്പോൾ ഇനി എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം എന്നത് സംബന്ധിച്ച് നമ്മൾ കൗതുകത്തോടെ തന്നെ വീക്ഷിക്കേണ്ടതാണ്. കാരണം നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പെടാതെ മറ്റ് ചൂഷണം നേരിട്ട വനിതകളാണ് വെളിപ്പെടുത്തലുമായി വന്നത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. നിലവിൽ SIT എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. പക്ഷേ അവർ കേസ് ഈ പുറത്തു വന്ന വെളിപ്പെടുത്തലൊക്കെ പരിശോധിച്ച ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന കേസുകളൊക്കെ അന്വേഷിക്കുന്നത് ലോക്കൽ സംവിധാനത്തിലാണ്, ലോക്കൽ പോലീസിലാണ്. അപ്പോൾ നിലവിലുള്ള SIT എന്ന് പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അതായത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥർ, ഒരു IG അടക്കമുള്ള ഉദ്യോഗസ്ഥരും 2 SP-മാരും അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ SIT എന്ന് പറയുന്നത്. അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള ഔദ്യോഗികമായ നിയമ സംവിധാനമില്ല. അപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ഈ SIT ഈ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിച്ച ശേഷം അതാത് എവിടെയാണോ ക്രൈം നടന്നത് ആ സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടുത്തെ SHO-യും അല്ലെങ്കിൽ ഇപ്പോൾ ബലാത്സംഗ കേസ് ആ കേസ് സ്വാഭാവികമായും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ സ്ഥലത്തെ ആ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന DYSP ആണ് ബലാത്സംഗ കേസ് അന്വേഷിക്കുന്നത്. അല്ലാത്ത കേസുകൾ SHO-മാരും അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം. ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പാടെ ഈ SIT-യിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുന്നത് ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് ADGP ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള 4 വനിതാ IPS-മാർ ഉദ്യോഗസ്ഥരടങ്ങുന്ന ആ കമ്മിറ്റി ആയിരിക്കും. അവർ അത് പരിശോധിച്ച ശേഷം ഇതിനകത്ത് ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, FIR രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് എവിടെയാണോ നടന്നത് അവിടേക്കാണ് നിലവിലുള്ള സംവിധാനത്തിൽ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ സർക്കാർ ഇതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം അന്വേഷണം ഇനി ഒരു ഏകീകൃത രൂപത്തിലുണ്ടാകുമോ? ഇപ്പോഴുള്ള ഉന്നതതല SIT-ക്ക് ഒരു അനുബന്ധമായി ഈ CI-മാരെയും കൂടുതൽ DYSP-മാരെയും വനിതാ ഓഫീസർമാരെയും ഒക്കെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അവർ കേസെടുത്ത് അവരുടെ ഒരു ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് കോടതി അതിനുള്ള നിർദ്ദേശം നൽകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകേണ്ടി മാതൃകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കയ്യിൽ കിട്ടി, സീൽഡ് കവറിൽ കിട്ടി ആ നിമിഷം തന്നെ ഇത് SIT-ക്ക് കൈമാറാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൽ എന്തെങ്കിലും നിയമപ്രശ്നം അല്ലെങ്കിൽ കുറ്റകൃത്യ സ്വഭാവം ഉണ്ടെങ്കിൽ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കോടതിയുടെ ഇന്നത്തെ നടപടികളിലൂടെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദിവിഷയം ശരിയാണ്. എന്തായാലും കോടതിയുടെ വളരെ നിർണായകമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പോലീസിന്റെ കയ്യിലാണ്, സർക്കാരിന്റെ കയ്യിലാണ്. SIT എങ്ങനെ മുന്നോട്ട് പോകുമെന്നതൊക്കെയാണ് ഇപ്പോൾ അനന്തൻ സൂചിപ്പിച്ചത്. അത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യവുമാണ്. എങ്ങനെയൊക്കെയാണ് ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത്.